ഇന്നത്തെ ട്രേഡ് കോൾ ഓപ്ഷനിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 48,200 കോൾ ഓപ്ഷനിലാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. 48,200 കോൾ ഓപ്ഷനിൽ 316 റേഞ്ചിലാണ് ഞാൻ എൻട്രി ചെയ്തിട്ടുള്ളത്. 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഞാനൊരു 50 പോയിന്റ് ഇവിടെയാണ് ടാർഗറ്റ് നോക്കുന്നത്. 50 പോയിന്റാണ് ടാർഗറ്റ് നോക്കുന്നത്. ഉണ്ട്. ആ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ടാർഗറ്റ് ഹിറ്റാവോ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവോ നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. $363 വരെ പോയി. 2 പോയിന്റ് കൂടെ. ഓക്കെ, ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. പക്ഷെ നല്ല മൂവ്മെൻറ്റ് തരുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 383. ഓക്കെ, ഒരു പണി ചെയ്യാം. നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ 366 വയ്ക്കാൻ നോക്കാം. എന്നാൽ ട്രെയിൽ ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ. പക്ഷെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ 390 വരെ ഹൈ പോയി. നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് പ്രീമിയത്തിൽ. നമുക്ക് ട്രയൽ ചെയ്യാം. 50 പോയിന്റിൽ ട്രയൽ ചെയ്യാം നമുക്ക്. 366. ഇപ്പോൾ റിട്ടേൺ വരികയാണെങ്കിൽ നമുക്ക് 50 പോയിന്റ് കിട്ടും. 100 പോയിന്റ് എൻ്റെ സെക്കൻഡ് ടാർഗറ്റാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ ട്രയലായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അടിക്കുമോ അതോ 100 പോയിന്റ് എത്തുമോ നോക്കാം. വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ത്രീ 407 407 വരെ ഹൈ പോയി. എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്യാൻഡിൽ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. എനിക്ക് അധികം ഹോൾഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. എന്തായാലും നമ്മളൊന്ന് ലോസിലാവില്ല, കാരണം നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ഒഴിവാക്കി ഞാൻ ക്ലോസ് ചെയ്യാനുള്ള പ്ലാനിലാണ്, എക്സിറ്റ് ആവാനുള്ള പ്ലാനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിലും നോക്കിയിട്ട് ഒന്ന് എക്സിറ്റ് ആവാം. എക്സിറ്റ്. ഓക്കെ, ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലോജിക്ക് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. ക്യാൻഡിൽ അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഫസ്റ്റത്തെ ഡേ, അതായത് ഈ ഇയർത്തെ ഫസ്റ്റ് ഡേ നമ്മൾ പ്രോഫിറ്റിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ ട്രേഡിൻ്റെ ലോജിക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് 1/1/2024. ഇന്ന് ബാങ്ക് നിഫ്റ്റി മോർണിംഗ് സെക്ഷനിൽ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്, ഒരു ചെറുതായിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപ്സൈഡിലേക്കുള്ള ഒരു എൻട്രിയാണ് ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക്ഔട്ട് ചെയ്ത് ബ്രേക്ക്ഔട്ട് ഫെയിലർ സംഭവിക്കുമ്പോൾ ഒരു ട്രേഡ് എടുക്കാന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ രാവിലെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു ബ്രേക്ക്ഔട്ട് ഫെയിലർ സംഭവിച്ചിട്ടില്ല. ഞാൻ ഒഴിവാക്കി. അവിടുന്ന് വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് പോകാമെന്നുള്ള കോൺസെപ്റ്റിൽ നിന്നു. അപ്പോൾ മാർക്കറ്റ് പിന്നെ സാവധാനം മുകളിലേക്ക് വന്നു, റീടെസ്റ്റ് ചെയ്തു മുകളിലേക്ക് വന്നു.
ഇവിടെ ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക്ഔട്ട് ഫെയിലിയർ സംഭവിച്ചു. എന്നിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു. മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്ത് ഈ 10.6 ഈ ക്യാൻഡലിൽ നല്ലൊരു റിജക്ഷൻ കണ്ടു. ഈ രണ്ടാമത്തെ ക്യാൻഡലിൽ 10.6 വന്നിട്ടുള്ള ഈ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം താഴേക്ക് വന്നിട്ടാണ് ഈ ക്യാൻഡിൽ മുകളിലേക്ക് പോയിട്ടുള്ളത്. അതായത് നല്ലൊരു റിജക്ഷനാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു കൺഫർമേഷൻ ട്രേഡിനായിട്ട് വെയിറ്റ് ചെയ്തു. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ റീടെസ്റ്റ് ചെയ്യുമ്പം ട്രേഡ് എടുക്കാമെന്നുള്ള രീതിയിൽ നിന്നു. അവിടെ എന്താണ് സംഭവിക്കുക നോക്കിയിട്ട് അവിടെ ട്രേഡ് എടുക്കാമെന്നുള്ള രീതിയിൽ നിന്നു. പക്ഷേ എൻ്റെ മേജറായിട്ടുള്ള എൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കൺഫർമേഷൻ തന്നത് ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈന് ഇവിടെ ഈ 3 minutes ചാർട്ടിൽ ഉണ്ടായിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ അവിടെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാനും നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ സംഭവിച്ചു. അതായത് ഇവിടെ ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക്ഔട്ട് കൊടുത്തു. ഈ 10.21 ക്യാൻഡിലിന് ബ്രേക്ക്ഔട്ട് കൊടുത്തു, മുകളിലേക്ക് പോയി. വീണ്ടും ഈ ഒരു 10.24 ക്യാൻഡിൽ താഴേക്ക് വന്ന് മുകളിലേക്ക്. ഈ ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെയാണ് ഞാൻ എൻട്രി എടുത്തത്. എൻ്റെ ടാർഗറ്റ് ഞാൻ ഇവിടെ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അതായത് ഈ 48,200 ചാർട്ടിൽ 50 പോയിൻ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് 90 പോയിന്റുകളൊന്നും കിട്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇതിനാകെ ഒരൊറ്റ ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് 316 എൻട്രി എടുത്ത് 406 ഞാൻ എക്സിറ്റ് ചെയ്തത്. ഏകദേശം 90 പോയിന്റോളാണ് ഞാൻ ഇതിൽ പ്രോഫിറ്റ് എടുത്തിട്ടുള്ളത്. ഇവിടെ മൂന്നാമതൊരു കൺഫർമേഷനും കൂടെ ഉണ്ട്. നമ്മുടെ ഈ സ്പോട്ട് ചാർട്ടിൽ, അതായത് 48,200 ചാർട്ടിൽ നമുക്കൊരു സപ്പോർട്ട് ഏരിയയിലാണ് നമുക്ക് ആ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5,375 രൂപയാണ് ഇന്നത്തെ പ്രോഫിറ്റ്. ഓക്കെ, ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 316 60 ക്വാണ്ടിറ്റി ബൈ ചെയ്ത് 405.55 60 ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തു. ടോട്ടൽ 5,373 രൂപയാണ് ഇന്നത്തെ പ്രോഫിറ്റ്. അപ്പോൾ ഇന്ന് ഈ ഇയർത്തെ ഫസ്റ്റ് ഡേ ആണ്. അത് ജനുവരി 1-ാം തീയതിയാണെന്ന് നമ്മൾ ഗ്രീനിലാണ് നമ്മൾ എൻഡ് ചെയ്തിട്ടുള്ളത്. മോർണിംഗിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. മോർണിംഗ് ട്രേഡ് എടുത്ത് പിന്നെ ഞാൻ അതായത് ഞാൻ പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഒരു 2.25 വരെ നല്ല കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഈ ഒരു എൻട്രി ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, ശരി, താങ്ക് യു.